ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഞാൻ വന്നിട്ടേ ഇതുവരെ നമ്മളെ ബോസിനൊന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. ചേട്ടന്റെ ആ സങ്കടം ഇന്ന് തീരും. ജെഡി ഇന്നിവിടെ എത്തിയിരിക്കും. സ്റ്റേഷൻ ഡ്യൂട്ടി വിട്ടുവന്നതിന്റെ സങ്കടം കുട്ടേട്ടന്റെ മുഖത്തുണ്ടല്ലോ. അതെ, നമ്മുടെ കൂടെ ആവുമ്പോ പോലീസുകാരന്റെ സ്റ്റാറ്റസ് നാട്ടുകാർക്കിടയിൽ ഇല്ലല്ലോ. അപ്പൊ എക്സ്ട്രാ ഇൻകത്തിന് ചാൻസ് ഒന്നുമില്ല. അതെ, ഞാൻ നിങ്ങൾ വിചാരിക്കും പോലെ ഒരു കൈക്കൂലി പോലീസ് ഒന്നും അല്ല. പിന്നെ സ്റ്റേഷനിലാവുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യും. അതിന് അവരുടെ സന്തോഷത്തിന് അവരെന്തെങ്കിലുമൊക്കെ തരും. അപ്പൊ നമ്മളതങ്ങ് വാങ്ങിക്കും. ഏത്, നമ്മളത് വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് സങ്കടമാവും. ഞാനായിട്ട് വെറുതെ എന്തിനാണ് അവരെ വിഷമിപ്പിക്കുന്നത്? അതെനിക്കിഷ്ടമല്ല. എന്തോ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയാണ്. അല്ല മോളെന്തിവിടെ? കുട്ടേട്ടൻ എന്തു പറ്റി? ഇത്രയും നേരം ചീഫ് ആരാന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ആളെ കണ്ടപ്പോ ഒരു സല്യൂട്ട് പോലും ഇല്ല. അപ്പോ അമ്മയെക്കാളും വലിയ പോസ്റ്റിൽ മോളെത്തിയല്ലേ? അതെ, കുട്ടേട്ടൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ അമ്മയെ പോലെ പോലീസ് ആവുന്ന കരുതിയതെന്ന്. ആ, അത് കേട്ടപ്പോ ഉള്ളിലൊരു സന്തോഷം തോന്നിയിരുന്നു. പിന്നെന്താ എന്റെ അടുത്തൊന്നും പറയായിരുന്നത്? എനിക്കും അതേ അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം അക്ഷര ഡീറ്റെയിൽസ് അയച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത്. അപ്പോഴത്തെ അവസ്ഥയില് ഒന്നും പറയാതിരിക്കുന്നതാ നല്ലതെന്ന് തോന്നി. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേര് ഒരേ ടീമിലുണ്ടല്ലേ? രണ്ടല്ലല്ലോ, ദേ 3. അതാര്? കിരണിനെ കുട്ടേട്ടൻ വീട്ടിൽ വെച്ച് കണ്ടില്ല അല്ലേ? ആ, ഞാൻ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. പിന്നെ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഓ, നിങ്ങൾ ഇരിക്കെ. ആ, ഞങ്ങള് രണ്ടുപേരും ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യം വീട്ടിലാർക്കും അറിയില്ല. അവരിതൊരിക്കലും അറിയാനും പാടില്ല. ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാലും ഇത്രയും നാളും ആരെയും ഒന്നും അറിയിക്കാതെ എങ്ങനെ ഇത് സാധിക്കുന്നു? എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്റെ അമ്മയെ ഇല്ലാതാക്കിയവരെ എനിക്ക് കണ്ടെത്തണം. അമ്മയുടെ പേരിലുണ്ടായ കളങ്കം മാറ്റി സത്യം കണ്ടെത്തണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് IPS എടുത്തത്. ഈ അണ്ടർ കവർ ഓപ്പറേഷൻ ടീമിൽ ജോലി ചോദിച്ചു വാങ്ങിയത്. അത് മോളുടെ മാത്രം ആവശ്യമല്ല. സോറി, മാഡത്തിന്റെ. കുട്ടേട്ട മാഡോന്നൊന്നും വിളിക്കണ്ട. ഈ മുറിയിൽ മാത്രമേ നമ്മൾ ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ പോലെ പെരുമാറൂ. പുറത്ത് നാട്ടുകാരുടെ മുന്നിൽ നമുക്കുള്ള ഐഡന്റിറ്റി എന്താണോ ആ രീതിയിൽ മാത്രമാണ് സംസാരവും പെരുമാറ്റവും. ഓക്കെ. കുട്ടേട്ടന് കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ബ്രീഫ് ചെയ്യണം. ശരി, കുട്ടേട്ടൻ വരൂ. ശരി. ഇതാണോ നോക്കിയേ?